അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പേരെടുത്ത് വിളിച്ചില്ല എന്നേ ഉള്ളൂ, അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ പരിഹാസം രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയതാണോ? അല്ല മാധു, തീർച്ചയായിട്ടും ഇത് ശ്രീ പിണറായി വിജയൻ്റെ സ്വഭാവം പഴയ ശ്രീ NK പ്രേമേന്ദ്രനെ അദ്ദേഹം വിളിച്ച ആ വാക്കിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ഇത് എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ, ശ്രീ പിണറായി വിജയനെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് പര്യടനം ആരംഭിച്ചപ്പോൾ ആദ്യം BJP വിമർശിക്കുന്നതിന് മുമ്പ് വിമർശനം ഉന്നയിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അതിൻ്റെ കാരണം പിണറായി വിജയൻ എന്നാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം ഈ രാജ്യത്തെ BJP ഇതര പ്രതിപക്ഷ കക്ഷികളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനകത്തായിട്ട് പ്രതിനിധികളെ അയക്കണ്ട എന്ന് തീരുമാനിച്ചത് CPM ആണ്. അതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ സമ്മർദ്ദമായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് BJP ഇതര പ്രതിപക്ഷ കക്ഷികളുടെ വലിയൊരു മുന്നണിയായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ട എന്ന് CPM തീരുമാനിച്ചതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പിണറായി വിജയൻ്റെ സമ്മർദ്ദമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, അതുപോലെ തന്നെ ഹേമന്ത് സോറൻ ജയിലിലാണ്. പക്ഷേ ഈ രാജ്യത്ത് ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രിക്ക് സംഘപരിവാറിൻ്റെ പ്രിവിലേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ പോലും, അതായത് സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി 106 ദിവസം ജയിലിൽ കിടന്നിട്ടും ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയരാക്കപ്പെട്ട ഒരു നേതാവ് ഇന്ത്യയിൽ BJP ഇതരമായിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതും മാത്രമല്ല, ഈ കേരളത്തിൽ കേജ്രിവാൾ അറസ്റ്റിലാകുന്ന സമയത്ത് ഹേമന്ത് സോറൻ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ഒപ്പമുണ്ട്. അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ആകട്ടെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ സാഹചര്യം ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും കേന്ദ്ര ഏജൻസികൾ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ BJPയുടെ പണം വാങ്ങി ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ BJPയുടെ താല്പര്യമനുസരിച്ച് കൂലി വാങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. താല്പര്യമനുസരിച്ച് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം, മണിക്കൂറുകൾ ചോദ്യം ചെയ്യണം, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട്? അതല്ല, നിലപാടതല്ല. ഇപ്പോൾ ഹേമന്ത് സോറൻ എന്തുകൊണ്ട് ജയിലിലായി? ഹേമന്ത് സോറൻ ജയിലിലായത് BJPയെ നിശിതമായി വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് ജയിലിലായി? BJPക്കെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ്. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ഇവർ വേട്ടയാടുന്നു? സ്ഥിരമായി രാഹുൽ ഗാന്ധി മോദി താങ്കൾ കള്ളനാണ് എന്നും അതുമാത്രമല്ല മോദി താങ്കൾ വർഗീയവാദിയാണ് എന്നും ഈ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മാധു, താങ്കൾ നിങ്ങളുടെ ഒരു ചോദ്യത്തിൽ തന്നെയുണ്ട്, തേക്കുംകാട് മൈതാനി വന്നിട്ട് പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയൻ്റെ കുടുംബത്തെ അടക്കം ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അധിക്ഷേപിച്ചിട്ട് ഈ മോദിക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം ഉന്നയിക്കാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറ്റിയോ? അത് മാത്രമല്ല, CPMനെ കുറിച്ച് എത്രയോ ആരോപണങ്ങൾ നിലപാടെടുക്കുന്ന സമയത്ത് ആ സമയത്ത് രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയാൽ മതിയോ? അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് അറസ്റ്റിലായെന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി ചോദിക്കുകയാണ്. അത് BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചത് കൊണ്ടാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് മദ്യനയ അഴിമതി കേസിലാണ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നു. പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലാകുന്ന സമയത്ത് അതിന്റെ രാഷ്ട്രീയ ഇച്ഛ തിരിച്ചറിഞ്ഞാണ് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ അണിനിരുന്നത്. എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു? അങ്ങനെയല്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ആ അറസ്റ്റിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാൻ കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ആധാരമായ മൊഴി എന്ന് പറഞ്ഞാൽ ഒരാളെ, ഒരു പ്രതിപട്ടികയിലുള്ള ഒരാളെ പ്രതിയായി ചോദ്യം ചെയ്യാൻ ED വിളിക്കുന്നു. ഈ പ്രതി 25 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുക്കുന്നു. ആ പ്രതി നേരെ മാപ്പുസാക്ഷിയായി മാറുന്നു. ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ അറസ്റ്റിനെതിരായിട്ടുള്ള നിലപാടെടുത്തതും ആ അറസ്റ്റിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞതും. പക്ഷേ ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ ഇപ്പോൾ മാധു ഇത്രയും കാര്യം പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ഇത്രയും കേസുകളുണ്ടായി. ഏതായാലും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മാസപ്പടി റിപ്പോർട്ട് അതില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ ഒരു കോടതിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആരും തയ്യാറായിട്ടില്ല. CPM പോലും തയ്യാറായിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചെയ്യാൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ടോ? ഒന്ന്. ഇനി രണ്ട്, സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി 106 ദിവസം, അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ, 106 ദിവസം ജയിലിൽ കിടന്നിട്ട് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ടോ? അതും പോരാഞ്ഞിട്ട് ഈ നരേന്ദ്രമോദി ദിനം പ്രതി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെയും മകളെയും മരുമകനെയും കുടുംബത്തെയും ഇത്രയേറെ അധിക്ഷേപിച്ചിട്ട് ഇപ്പോഴും BJPയുടെ വായിൽ നിന്ന്
രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്ന പരിഹാസ വാക്ക് പറയാൻ ഇപ്പോഴും ധൈര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? ഓക്കേ, ശരി. എവിടെ അപ്പോൾ പോയി ഞാൻ കൊടകര ഇടപെടുകയാണെ. കുഴൽപ്പണ ഓക്കേ, കേസ് ശരി, എന്തുകൊണ്ട് കെ ഞാൻ സുരേന്ദ്രൻ ഇടപെടുകയാണ്. പ്രതിപട്ടി? ശരി. ഇതാണ് പ്രശ്നം.